അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. നമ്മുടെ പുള്ളി ഞെട്ടിപ്പോയെന്ന്. കൃഷ്ണകുമാറിനെതിരെയും മകൾക്കെതിരെയും ഭാര്യയ്ക്കെതിരെയും കേരള പോലീസ് ചുമത്തിയിരിക്കുന്ന കേസുകൾ കണ്ടപ്പോൾ, അതിൻ്റെ വകുപ്പുകൾ കണ്ടപ്പോൾ പുള്ളി അങ്ങ് ഞെട്ടി. കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് പറഞ്ഞ പോലത്തെ സംഭവമാണ്. നാട്ടിൽ തൊണ്ടയിൽ കൊടുക്കും. എന്തോ ബൈ, പോലീസിനെ വിശ്വാസമില്ല, കോടതി പോയാൽ സമയം പിടിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സെലിബ്രിറ്റി മറ്റേ വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളും വലിയ മറ്റേ ആൾക്കാരാ. ജാതി പറഞ്ഞ് ആ പെൺകുട്ടികളെ അധിക്ഷേപിച്ചു എന്നവർ പറയുന്നുണ്ട്. അതിന് പുള്ളി വന്നിട്ട് ഇന്നലെ തള്ളുകയാണ്. ഞാൻ മറ്റേ ഫിഷിംഗ് ഹാർബറിൻ്റെ ആ ഏരിയയിലൊക്കെയാണ് ഞാൻ ഇലക്ഷനിൽ നിന്നിട്ടുള്ളത്, പ്രവർത്തിച്ചിട്ടുള്ളത്, ആന ചേന എന്നൊക്കെ പറഞ്ഞു. എന്താ വാടകയിൽ പറയുന്നത്? ആന എന്ന് പറയുമ്പോൾ മറ്റേ പറഞ്ഞ തെറിയായി പോവും. വേണ്ട, ഈ കാണിച്ചത് വെറും മണ്ടത്തരമാണ്, അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു മണ്ടത്തരമാണ്. ഇവർ എന്തോ മറ്റേ കാശിൻ്റെ ടാക്സ് വെട്ടിക്കളോ എന്തോ പരിപാടി എന്തോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ എനിക്ക് ഒരു സംശയമാണ്. ഒരുപാട് ആൾക്കാർക്ക് ആ സംശയമുണ്ട്. കമൻസിൽ വന്നിട്ട് തള്ളി വിടുന്നുണ്ട് ആൾക്കാർ. വെറുതെ ആൾക്കാർ വന്ന് അങ്ങനെയൊക്കെ പറയുമോ? ഇതൊക്കെ വെറുതെ പറഞ്ഞാലും അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്, അതൊക്കെ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ കേസ് ഇതോടെ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലെന്തെങ്കിലുമൊക്കെ പൊന്തി വരാനുള്ള സാധ്യതകളുണ്ട്. എന്തല്ലേ, 3 പെൺകുട്ടികളെ വിളിക്കുന്നു, പിടിച്ചിരുത്തുന്നു, വീഡിയോ എടുക്കുന്നു, തെളിവ് ശേഖരിക്കുന്നു. കണ്ണൂർ സ്ക്വാഡോ?